ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്ലാന്റ് ലവേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. എനിക്കറിയാം മിക്കവാറും നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഈ പൂക്കളായിരിക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഇത് ഏത് പ്ലാന്റ് ആണെന്ന്? എല്ലാ പ്ലാന്റ് ലവേഴ്സിനും, എസ്പെഷ്യലി ഓർക്കിഡ് ലവേഴ്സിന് ഒരുപാട് ഇഷ്ടമാകാൻ പോകുന്നതെന്നാൽ കയ്യിൽ കിട്ടിയാൽ ഒരു കാരണവശാലും വിട്ടുകളയരുതാത്തതുമായിട്ടുള്ള ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, ഇത് മറ്റ് ഓർക്കിഡ്സിനെ പോലെ നേരെ മേലോട്ട് വളരുന്ന ടൈപ്പ് അല്ല. അത്ര റിജിഡായിട്ട് തോന്നാത്ത സ്റ്റെംസ് താഴേക്കാണ് വളരുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ സ്റ്റെമ്മിൽ തന്നെയാണ് ഇതിൻ്റെ പൂമുട്ടുകൾ വരുന്നത്. അതായത് സെപ്പറേറ്റ് സ്പൈക്ക് വന്നിട്ടല്ല ഇതിൽ പൂവുണ്ടാവുന്നത്. ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ശ്രദ്ധിച്ചോ, നടുക്കൊരു കോൺ ഷേപ്പിലുള്ള ഒരു പെറ്റലില്ലേ, അതുകൊണ്ട് തന്നെ ആ കോൺ ഷേപ്പിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഈ സവിശേഷത കൊണ്ട് ഇതിനെ ഹൂഡഡ് ഓർക്കിഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഡെൻഡ്രോബിയം അഫൈലം എന്ന വെറൈറ്റിയാണ് ഈ പ്ലാന്റ്. പൂക്കൾ വളരെ മൃദുവാണ്, വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും, അധികം ദിവസം നിൽക്കുന്നില്ല. പക്ഷേ ഒരുപാട് പൂമാലകൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ചതുപോലെ ഇത് നമ്മളുടെ നട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തൂങ്ങി താഴേക്ക് ഹാങ് ചെയ്ത് നല്ല ഭംഗിയിൽ ഇത് വിരിഞ്ഞു കിടക്കും. ഇലകൾ മാത്രമുള്ളപ്പോഴും ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചെടിയെ സംബന്ധിച്ച് ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറിങ് ടൈം ആകുമ്പോൾ ഇതിന് വരുന്ന ഒരു മാറ്റമാണ്. അതെന്താണെന്ന് വെച്ചാൽ നല്ല ഗ്രീനിഷ് ലീവ്സിൽ നിൽക്കുന്നൊരു ടൈമിൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പതുക്കെ ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞച്ച് വരുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ ആദ്യം ഡൗട്ട് അടിച്ചിട്ടുണ്ട്, ഇതെന്താണ്, വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണോ അല്ലെങ്കിൽ ചെടി നശിച്ചു പോവുകയാണോ, വേറെ എന്തെങ്കിലും കുറവാണോ എന്നൊക്കെ നമ്മൾ ആദ്യം ഡൗട്ട് അടിച്ചിട്ടുണ്ട്. കാരണം ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാതിരുന്ന സമയത്ത്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സ്റ്റെമ്മിൽ തന്നെ ഈ ഇലകളുള്ളതെല്ലാം പൊഴിഞ്ഞു പോയി ആ ഓരോ നോഡിലുമാണ് ഇതിൻ്റെ മുട്ട് പുതിയതായിട്ട് രൂപപ്പെടുന്നത്. സെപ്പറേറ്റ് സ്പൈക്കിലല്ല ഇതിൻ്റെ മുട്ട് വരുന്നത്. ഈ സ്റ്റെമ്മിൽ തന്നെ ലീഫ് പൊഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ മുട്ടും വരും. ഒരേ സമയം ഇതിൽ എത്ര സ്റ്റെമ്മുണ്ടോ എല്ലാ സ്റ്റെമ്മിലും ഇല പൊഴിഞ്ഞു പോകും. എന്നിട്ട് ഒരുമിച്ച് തന്നെയാണ് പുതിയ മുട്ടുകൾ ഇതിൽ വരുന്നത്. അപ്പോൾ ഉള്ള ഭംഗി എന്താണെന്ന് വെച്ചാൽ പൂ വിരിയുന്നത് ഒരുമിച്ചായിരിക്കാം. ഒരുമിച്ച് പൂങ്കുലകൾ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, ഒരു നല്ലൊരു സുഗന്ധമുണ്ട് ഇതിന്. ആ വൈകിട്ടൊക്കെ വൈകിട്ടാവുന്ന സമയത്താണ് കൂടുതൽ വിരിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് ആ റീജിയണിൽ. പിറ്റേന്നൊന്നും വാടത്തില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പതുക്കെ വാടി തുടങ്ങുകയുള്ളൂ. പക്ഷേ അധികം വെള്ളമൊക്കെ നമ്മളെപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മഴ പെയ്യാണ്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ മുട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നോഡിൽ നിന്ന് ഒരു മുട്ടോ അല്ലെങ്കിൽ 2 മുട്ടോ ആണ് നമ്മൾ കാണുന്നത്. അല്ലാണ്ട് അതിൽ കൂടുതൽ മുട്ട് ഒരു ലീഫ് നോഡിൽ നിന്ന് കണ്ടിട്ടില്ല. കംപ്ലീറ്റ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരില പോലും ഈ പ്ലാന്റിൽ ഉണ്ടാവില്ല. മെച്ചുറൈസ് സ്റ്റെമ്മ് ഫ്ലവറിംഗ് ഒക്കെ കഴിയുമ്പോൾ പതുക്കെ നശിച്ചു തുടങ്ങുന്നതിന് മുന്നായിട്ട് ഇതേപോലെ ചെറിയ കിക്കീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കിക്കീസ് നിറയെ വേരുകളായി കഴിയുമ്പോൾ ഒന്നുകിൽ ഇതിൽ നമ്മൾ എവിടെയാണോ ഇത് പോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വളരാൻ ശ്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റെമ്മിൽ തന്നെ തൂങ്ങി വളരുകയാണ് ഉണ്ടാകുന്നത്. നമുക്കപ്പോൾ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് ഈ കിക്കീസാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഹെൽത്തി റൂട്ടായിട്ട് ഇരിക്കുമ്പോൾ ഇത് എവിടെയെങ്കിലും ടച്ച് ചെയ്ത് വളരുമ്പോൾ അവിടേക്ക് സ്റ്റിക്ക് ചെയ്യുകയും അവിടെ നല്ല വെൽ റൂട്ടഡ് ആയിട്ട് പുതിയ പ്ലാന്റ് ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെടി ഒരിക്കൽ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ട് വീണ്ടും നല്ല രീതിയിൽ വളർന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ വേറെ കിക്കീസിനെ അടർത്തി നട്ടില്ലെങ്കിൽ പോലും നമ്മൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ഏതാണോ, അതായത് ഏത് പ്ലാന്റിലാണോ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് മീഡിയയിലാണോ ഇപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ കൂടുതൽ എണ്ണത്തിൽ അത് വളരും. ഇവിടെ നമ്മളതൊരു പേരമരത്തിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് പോട്ടിംഗ് മീഡിയ ഒന്നും വേണ്ട, ജസ്റ്റ് എന്തെങ്കിലും ഒരു വള്ളി വെച്ച് അത് കെട്ടിക്കൊടുത്താൽ മതി. അതിൻ്റെ വേര് വെച്ച് അത് വലിയൊരു ബോണ്ട് അതിലുണ്ടാക്കിയെടുക്കും. അത് നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ടാവും ഈ മരത്തിൽ അത് എത്രത്തോളം ബോണ്ടിലാണ് അത് വളരുന്നതെന്നുള്ളത്. ഇതിൽ നമുക്ക് പറ്റിയ ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ വളർച്ച എങ്ങനെയായിരിക്കും എന്ന് അറിയാതിരുന്ന സമയത്താണ് ഈ പ്ലാന്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മേലോട്ട് വളരും എന്നുള്ള ധാരണയിൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ച് കിട്ടി, പക്ഷേ താഴേക്ക് വളർന്നു മണ്ണിലൊന്നും മുട്ടിയ സാഹചര്യം ഉണ്ടായി. ശരിക്കും നമ്മുടെയൊക്കെ ഹൈറ്റിലുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു വുഡിലൊക്കെയാണ് നമ്മൾ വെച്ച് കെട്ടിയിട്ട് ഇത് ഹാങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ നല്ല വൃത്തിയായിട്ടുള്ള രീതിയിൽ ഇത് ഹാങ് ചെയ്ത് പൂടുന്നതായിരിക്കും. അധികം സെല്ലേഴ്സിൻ്റെ കയ്യിൽ ഞാൻ ഈ ഓർക്കിഡ് കണ്ടിട്ടില്ല. എന്നാൽ ചില സൈറ്റുകളിൽ ഞാൻ ഇതിൻ്റെ റേറ്റ് കണ്ടപ്പോഴാണ് ഇതിന് ഇത്രയും വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ബാക്കിയുള്ള കിക്കീസ് കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വളർത്താനാണ് ഇനി എൻ്റെ പ്ലാൻ. ചെടിയെ പറ്റിയുള്ള വീഡിയോയും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. See you soon.